അമറാണ് അമറാണ് അസ്ദാലി. പൃഥ്വിരാജ് നന്നായി പണിയെടുത്തിട്ടുണ്ട്. ജെയ്ക്സ് ബിജോയ് 2026 തന്നെ നിൽക്കിയ പുള്ളി എങ്ങോട്ടും പോയിട്ടില്ല, വൃത്തിക പണിയെടുത്തിട്ടുണ്ട്. ഈ പടത്തിൻ്റെ ഡയറക്ടർ വൈശാഖ് വണ്ടി കയറി 2015 തിരിച്ചു പോയിട്ടുണ്ട്. ഇനി ഈ പടത്തിൻ്റെ സ്ക്രിപ്റ്റ് റൈറ്ററുള്ള ജിനു 2000 നിൽക്കുക. 2026 പുള്ളി അറിഞ്ഞിട്ടില്ല എന്ന് മാത്രമല്ല, പുള്ളി പറ്റുന്നുണ്ടെങ്കിൽ അടുത്ത പടം ചെയ്യുമ്പോഴത്തേക്കും ഒരു 1980 തിരിച്ചു പോകാൻ വേണ്ടി നിൽക്കുക. ഇതാണ് ഖലീഫയെ പറ്റി ഒറ്റയടിക്ക് എനിക്ക് പറയാനുള്ളത്. പടം തീരെ മോശമാണ് എന്ന് ഞാൻ പറയുന്നില്ല, അല്ലെങ്കിൽ പടം ഒരു കൂതറപ്പടമൊന്നും ഒന്നും ഞാൻ പറയുന്നില്ല. പക്ഷേ ഈ പടം നമ്മൾ തിയേറ്ററിൽ ടിക്കറ്റ് എടുത്ത് കയറി സീറ്റിലങ്ങ് ഇരിക്കുക. 2 മണിക്കൂർ 40 മിനിറ്റ് ഈ പടത്തിൻ്റെ ലെങ്ത് ഉണ്ട്. ഈ ഇടയ്ക്ക് ഫൈറ്റ് സീൻ വരും, കൊള്ളാം. പൃഥ്വിരാജ് നല്ല വൃത്തിക പണിയെടുത്തിട്ടുണ്ട്. പുള്ളിയുടെ ലുക്ക് കൊള്ളാം, പുള്ളിയുടെ ഒരു കോസ്റ്റ്യൂംസൊക്കെ പ്രത്യേകിച്ച് ആ യങ് വേർഷൻ കാണിക്കുന്ന സമയത്തൊക്കെ നൈസായിട്ടുണ്ട്. ചില സീൻസ് വരുമ്പോഴത്തേക്ക് നമുക്കൊരു ഹൈ ഒക്കെ തോന്നും. അപ്പോൾ നമ്മൾ വിചാരിക്കും എന്തൊക്കെയോ ഇപ്പോൾ പടത്തിൽ വരും. ഇനി പടത്തിൻ്റെ ക്ലൈമാക്സിൽ എൽ ഫാക്ടറി ഉണ്ട്. കാരണം പുള്ളി എൽ ഫാക്ടർ എന്ന് പറയാൻ പറ്റില്ല, എല്ലാ പടത്തിലും ക്യാമിയോ ഇപ്പോൾ ഉണ്ട്. അതുകൊണ്ട് എൽ ഫാക്ടറി കണക്ക് ഇങ്ങനെ ക്യാമിയോ ചെയ്തുകൊണ്ടിരിക്കുക. അതിൻ്റെ ബിൽഡപ്പ് പടത്തിലെ ഒട്ടുമിക്ക ആൾക്കാരും വന്നിട്ട് അഹമ്മദ് അലിയുടെ കൊച്ചുമോൻ ടീച്ചർ ഇമ്പോസിഷൻ കൊടുത്ത പോലെ ഇത് വന്നിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് വന്ന് പറഞ്ഞുകൊണ്ടിരിക്കും. അപ്പോൾ ഇതിങ്ങനെ ബിൽഡപ്പ് ചെയ്ത് ഇതിങ്ങനെ പീക്കിൽ കൊണ്ട് വെച്ചിട്ടുണ്ട്. ലാലേട്ടൻ ലാസ്റ്റ് ആകുമ്പോഴത്തേക്കും ഈ പടത്തിൻ്റെ കഥയുമായിട്ട് ചേർന്ന് നിൽക്കുന്നൊരു കഥാപാത്രമൊന്നുമല്ല, ഒരു സ്റ്റാൻഡ് അലോൺ പോലെ വേറെ സെക്കൻഡ് ഹാഫിൻ്റെ ഈ കഥാപാത്രത്തിൻ്റെ ഇൻട്രോയ്ക്ക് വേണ്ടിയിട്ട് ഒരു സാധനം എടുത്ത് വെച്ചേക്കുന്ന പോലെ വേറൊരു സാധനം വരും. പിന്നെ സ്പോയിലറാണ്, അതുകൊണ്ട് ഞാൻ പൊട്ടിക്കുന്നില്ല. ഈ പടത്തിൽ മൊത്തം പൊട്ടിക്കലാണല്ലോ. അപ്പോൾ വേറൊരു ക്യാമിയോ ഒക്കെ ഉണ്ട്. അതൊക്കെ നൈസാണ്. അതായത് പടത്തിൻ്റെ അവസാനത്തെ ഒരു 10-20 മിനിറ്റ് നമുക്കൊരു വൈശാഖിൻ്റെ പണ്ടൽ കാണാനായിട്ട് സാധിക്കും. അതിനു മുന്നേ ഉള്ള സമയത്ത് നേരത്തെ ഞാൻ പറഞ്ഞ പോലെ ഫൈറ്റ് വരുമ്പോഴത്തേക്കൊരു ഹൈ വരും. സ്മഗ്ലിംഗ് സീനൊക്കെ അത് ഞാൻ പറയാം, സ്മഗ്ലിംഗ് സീനെ പറ്റി ഞാൻ സെപ്പറേറ്റ് പറയാം, ഇമോഷണൽ കണക്ഷനെ പറ്റി സെപ്പറേറ്റ് പറയാം. ബാക്കി സമയത്തേക്ക് ജെയ്ക്സ് ബിജോയുടെ BGM കൊണ്ട് ഓക്കെ ഇങ്ങനെ കത്തിച്ച് പുള്ളി പോകുന്നുണ്ട്. ഫസ്റ്റ് ഹാഫ് എന്നൊക്കെ പറയുമ്പോഴത്തേക്ക് എനിക്ക് തോന്നിയത് ഒരു ഇൻ്റർവെൽ പോർഷൻ മാറ്റി നിർത്തി കഴിഞ്ഞാൽ വലിയ ഹൈ മൊമെൻറ്റ്സോ കാര്യങ്ങളൊന്നും ഇല്ല, ഇങ്ങനെ ഒരു ഒഴുക്കിലങ്ങ് പോകും. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തിയേറ്ററിൽ കയറി ഇരുന്ന് കഴിഞ്ഞാൽ കണ്ടിരിക്കാം. സെക്കൻഡ് ഹാഫിലേക്ക് വന്നപ്പോഴത്തേക്കാണ് പിന്നെ കുറച്ചുകൂടെ ഒരു ഭേദം നമുക്ക് തോന്നിയത്. ഈ പടത്തിൻ്റെ ഇമോഷണൽ കണക്ഷൻ, ഈ പടത്തിൽ ഒരു വമ്പ സാധനം ഒരു ഉദാഹരണം ഞാൻ പറയാം. അതായത് ഈ പടത്തിൽ വീട്ടിലുള്ളവരെ ആക്രമിക്കുന്ന ഒരു സീൻ വരും. ഇതൊക്കെ നമ്മൾ കണ്ടും അടുത്ത് ക്ലീശ ആയിപ്പോയ സാധനമാണ്. ഒരു സ്മഗ്ലർ ആയിക്കഴിഞ്ഞാൽ ആ സ്മഗ്ലറിന് ഭാര്യയും മക്കളും വീട്ടിൽ ഉമ്മയും വാപ്പയൊക്കെ ഉണ്ടെങ്കിൽ അവരെ ആക്രമിക്കാനായിട്ട് വില്ലനും ടീമും വരും. ഇത് വെറൈറ്റിയാണ്, ഇപ്പോഴും ഇത് നടന്നുകൊണ്ടിരിക്കുക. സ്ക്രിപ്റ്റ് എഴുതുമ്പോഴത്തേക്ക് ഇങ്ങനെയൊക്കെ എഴുതാൻ തോന്നുന്നുണ്ടെങ്കിൽ ആ സ്ക്രിപ്റ്റായിട്ട് നമ്മൾ എന്താ പറയണ്ടേ? എനിവേ വരികയാണ്. അപ്പോൾ തളർന്നു കിടക്കുന്ന ഒരു കഥാപാത്രമുണ്ട്, ആരാന്ന് ഞാൻ പറയുന്നില്ല. ആ തളർന്നു കിടക്കുന്ന കഥാപാത്രത്തെ നായകൻ്റെ കുറച്ച് സഹായികൾ തോളിൽ കയറ്റിക്കൊണ്ട് പോകുന്നൊരു സീനുണ്ട്. ഭയങ്കര ഇമോഷണൽ കണക്ഷൻ വരുന്ന സീനാണ്. ആ കഥാപാത്രം പിന്നീട് പടമാകുകയും ചെയ്യും. ഈ കഥാപാത്രം പടമാകുന്നതിന് തൊട്ട് മുന്നേ ഈ കഥാപാത്രത്തെ തോളിൽ കയറ്റി മറ്റേ വിക്രമാദിത്യത്തിനും വേതാളവും പോകുന്ന പോലെ പോയ സമയത്ത് സത്യം പറഞ്ഞാൽ തിയേറ്ററിൽ ചിരിക്കുക. അപ്പോൾ ഇമോഷണൽ കണക്ഷൻ എന്ന് പറയുന്നത് ഇത്രേ ഉള്ളൂ ഈ പടത്തിലെ കഥാപാത്രങ്ങളുമായിട്ട്. നമുക്ക് ഒരു രീതിയിലും ഈ പടത്തിലെ കഥാപാത്രങ്ങളായിട്ട് ഇമോഷണലി ഒരു കണക്ഷൻ തോന്നത്തേയില്ല. ഇനി വില്ലന്മാരുടെ സൈഡ്, ഷമ്മി തിലകൻ പുള്ളി വിലായത്ത് ബുദ്ധേന്ന് ഇപ്പോഴും വണ്ടി കയറിയിട്ടില്ല. പുള്ളി അവിടെ ആ പിടിച്ച മീറ്ററിൽ നിന്ന് വില്ലൻ ആയിക്കഴിഞ്ഞാൽ മുടി നരപ്പിച്ച് കഴിഞ്ഞാൽ പുള്ളിക്കൊരു മീറ്റർ ഉണ്ട്. ആ മീറ്ററിൽ നമ്മൾ നോക്കും ഇതേത് പടം, എല്ലാ പടത്തിലും പുള്ളി ഒരേ പരിപാടിയാണല്ലോ ചെയ്യുന്നത് നമുക്ക് തോന്നുള്ളൂ. ഇനി വേറൊരു വില്ലനുണ്ട്, ഇപ്പോൾ അങ്ങ് ബോളിവുഡിൽ നിന്ന് പുള്ളി ഇങ്ങനെ ഇറക്കിക്കൊണ്ട് വന്നിരിക്കുക, നമ്മുടെ നീൽനിതിൻ മുകേഷ്. പുള്ളി ലുക്കൊക്കെ കൊള്ളാം, പുള്ളി നല്ല ഗംഭീര ലുക്കാണ് പുള്ളിയെ കാണാനായിട്ട്. ക്ലൈമാക്സിൽ പുള്ളിയുടെ ഒരു ഫൈറ്റ് സീൻ ഉണ്ട്. അത് കഴിഞ്ഞ് പുള്ളിയെ വെറും പട്ടിയാക്കി കളഞ്ഞ പുള്ളീനെ, ഒരു വിലയും കൊടുക്കാണ്ട് പുള്ളീനെയൊക്കെ ഇങ്ങനെയൊക്കെയാണോടെ ലാസ്റ്റ് അങ്ങനെയൊന്നും ഇല്ലെങ്കിൽ ബോളിവുഡിൽ നിന്ന് വന്നൊരു വില്ലൻ അല്ലേടേ, ഒരു മിനിമം അതും വലിയ സ്മഗ്ലറോ അല്ല വലിയ ആളാ പുള്ളിയെ കൊല്ലുന്ന പുള്ളി എന്തായാലും പടമാവും നമുക്കറിയാം. ഈ പടമാകുന്ന പരിപാടിയൊക്കെ കുറച്ചുകൂടെ ഭേദപ്പെട്ട രീതിയിൽ പുള്ളിയെ ഒന്നുകൂടെ ഒരു വെറൈറ്റി എങ്കിലും വേണ്ട. ഇത് മറ്റേ വാസന്തി ലക്ഷ്മി വസന്തി തോമസാറ് പാവാ എന്ന് പറഞ്ഞ പോലെ കൊല്ലുന്ന പോലെയുണ്ട്. പ്രധാനമായിട്ടും പറയാനുള്ളത് എൽ ഫാക്ടറിനെ പറ്റി ഞാൻ പറയാം കേട്ടോ. പ്രധാനമായിട്ട് എനിക്ക് പറയാനുള്ളത് ഈ പടത്തിൻ്റെ സ്ക്രിപ്റ്റ് റൈറ്ററായിട്ടുള്ള ജിനു വി എബ്രഹാം. പുള്ളി എന്താണ്, അതായത് ഈ പടത്തിൻ്റെ മെയിൻ പ്ലോട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്മഗ്ലിങ്ങാണ്, സ്വർണ്ണക്കള്ളക്കടത്ത്. ഈ സ്വർണ്ണക്കള്ളക്കടത്ത് ചെയ്യുമ്പോൾ നിങ്ങൾ പണ്ട് 20-ാം നൂറ്റാണ്ടെന്ന് പറഞ്ഞ സിനിമ കണ്ടപ്പോഴത്തേക്ക് അതിൻ്റെ ലാലേട്ടൻ ഇൻട്രോ സീൻ കാണിക്കുമ്പോൾ SN സ്വാമി അതിനകത്ത് എഴുതി വെച്ചൊരു സംഭവമുണ്ട്. ലാലേട്ടൻ വണ്ടി ഓടിച്ചുകൊണ്ട് ആ വണ്ടിയുടെ ബാക്കിലുള്ള ടയറിൽ സ്റ്റെപ്പിനിയിൽ ഈ സ്വർണം കടത്തിക്കൊണ്ട് പോകുന്ന ഒരു സംഭവമുണ്ട്. വർഷങ്ങൾക്ക് മുന്നേ അന്തക്കാലത്ത് എഴുതി വെച്ച സാധനമാണ്. ഇനി ഇവിടേക്ക് വരുമ്പോൾ ഈ അയൺ സിനിമയിലൊക്കെ നമ്മൾ ഒരുപാട് സാധനം കണ്ടിട്ടുണ്ട്. നമ്മൾ
സിനിമയിലും ഈ സ്മഗ്ലിംഗ് സീക്വൻസ് കാണുമ്പോൾ നമുക്കൊരു രസമുണ്ട്, അയ്യോ ഇത്രയും ബുദ്ധിപരമായിട്ടാണല്ലേ ഇവർ സ്വർണം കടത്തുന്നത്. പക്ഷേ ഈ സിനിമയിലെ സ്മഗ്ലിംഗ് സീൻ കണ്ടെങ്കിൽ നിങ്ങൾ ചിരിക്കും. കാരണം ബുദ്ധിപരമായിട്ടുള്ള ഒരു സ്മഗ്ലിംഗ് സീൻ, നമുക്ക് രോമാഞ്ചം ഉണ്ടാക്കുന്ന ഒരു സ്മഗ്ലിംഗ് സീൻ ഇല്ലടേ ഇത്. ഇത്രയും അതായത് ഈ സ്വർണ്ണക്കടത്തെന്നൊക്കെ പറയുന്നത് ഏവനും ചെയ്യാം, ബുദ്ധിയൊന്നും വേണ്ട. എയർപോർട്ട് വഴി എയർപോർട്ടിൽ കൊണ്ടുവരാനായിട്ട് കുറച്ച് ആൾക്കാരെ മാത്രം കിട്ടിയാൽ മതി. ഒരു അമ്മച്ചിനെയൊക്കെ പിടിച്ച് വെപ്പുപോലിലൊക്കെ കാണിക്കുന്നുണ്ട്. ഇതൊക്കെ ഈ സമയത്ത് ഇങ്ങനെയൊക്കെ എഴുതാൻ തോന്നുന്നുണ്ടല്ലോ എന്ന് ഓർക്കുമ്പോഴാണ് എനിക്ക് ദേഷ്യം വരുന്നത്. പിന്നെ ഇന്ദ്രൻസിൻ്റെ കഥാപാത്രമുണ്ട്. പുള്ളിയാണ് ഈ പാഷാണത്തിൽ കൃമി എന്ന് പറഞ്ഞ പോലെ പുള്ളിയാണ് പൃഥ്വിരാജിൻ്റെ കഥാപാത്രത്തെ എരിവി കയറ്റി ഈ പരുവത്തിൽ വരെ എത്തിച്ചേക്കുന്ന കഥാപാത്രമായിട്ടാണ് പുള്ളി ചെയ്തേക്കുന്നത്. കുഴപ്പമില്ല കഥാപാത്രം. പിന്നെ സഞ്ജു ശിവരാമൻ്റെ കഥാപാത്രമുണ്ട്. പുള്ളി കാണാൻ നല്ല ലുക്കാണ്. ഈ പടത്തിൽ ഒരു ഫൈറ്റ് സീക്വൻസ് ഉണ്ട്. ഈ പടത്തിൽ ഒരു 3-4 ഫൈറ്റ് വന്ന് പോകും. ഈ ഫൈറ്റ് വരുമ്പോഴത്തേക്കും നമ്മൾ ഫൈറ്റ് സീക്വൻസ് കൊള്ളാം, പക്ഷേ 4 ഫൈറ്റ് ഉണ്ടെങ്കിൽ 4 രീതിയിലാണ് എടുത്ത് വെച്ചേക്കുന്നത്. ഒരു പടത്തിൽ തന്നെ പല സിനിമയിൽ കാണുന്ന ഫൈറ്റ് പോലെയാണ് എനിക്ക് തോന്നുന്നു. പല കൊറിയോഗ്രാഫേഴ്സാണ് ഫൈറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെതാണെന്ന് തോന്നുന്നു. ഫൈറ്റ് സംഭവം കൊള്ളാം, പക്ഷേ ആ ഫൈറ്റ് സീക്വൻസ് കാണുമ്പോഴത്തേക്കും അതിൻ്റെ ഇമ്പാക്റ്റ് നമുക്ക് ടോട്ടലി കിട്ടുന്നില്ല എന്നുള്ളതാണ്. പിന്നെ ഈ പടത്തിൽ ഷമ്മി തിലകൻ്റെ മകനായി ചെയ്തിരിക്കുന്ന ഒരു കഥാപാത്രമുണ്ട്. പുള്ളി വില്ലനാണേ, അവൻ്റെ പേര് ഞാൻ പറഞ്ഞു. പുള്ളി നമ്മുടെ കൽക്കിയിലേക്ക് വില്ലൻ. പുള്ളി നൈസാണ് കേട്ടോ. പക്ഷേ ക്ലൈമാക്സ് ആകുമ്പോൾ പുള്ളി മൈദ മാവൊക്കെ ദേഹത്ത് ഇങ്ങനെ അരച്ച് കലക്കി തേച്ച് ഒട്ടിച്ച് വെച്ചിട്ട് പുള്ളിയുടെ ഒരു വരവുണ്ട്. ഭയങ്കര കോമഡി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര സീരിയസ് ആയിട്ടാണ് ഇവർ ചെയ്യുന്നത്. വില്ലൻ്റെ പാർട്ടിൽ ഒരു ഇമോഷണൽ സീക്വൻസ് ആവും. പക്ഷെ അത് കാണുമ്പോൾ നമുക്ക് ചിരിയെന്ന് വെച്ചാൽ നമ്മൾ ചിരിച്ചങ്ങ് മണ്ണ് കപ്പും. ആ രീതിയിലാണ് അതിൻ്റെ മേക്കപ്പും കാര്യങ്ങളൊക്കെ. ഇനി ലാലേട്ടൻ്റെ പരിപാടി, ലാലേട്ടൻ ഈ കാമിയോ പരിപാടി ഇനി ചെയ്യണ്ട, അല്ലെങ്കിൽ അത്രയും ഇമ്പോർട്ടൻ്റ് ആണെങ്കിൽ മാത്രം ചെയ്യാം. ബന്ധങ്ങളുടെ പുറത്തായിരിക്കാൻ പുള്ളി കാമിയോ റോൾസ് ചെയ്ത് പോകുന്നു എനിക്ക് തോന്നുന്നു. എനിവേ ഈ കാമിയോ റോൾ കൊണ്ട് ഈ പടത്തിന് എനിക്കൊന്നും തോന്നിയില്ല, എനിക്ക് വലിയ സംഭവം ഒന്നും തോന്നിയില്ല. ലാലേട്ടനെ കാണുമ്പോഴത്തേക്കൊരു ഒരു ഹൈ ഉണ്ട്. ആ ബിൽഡപ്പ് ഹൈ ആണ്. ലാലേട്ടനെ കാണിക്കുമ്പോൾ ലാലേട്ടൻ ആയതുകൊണ്ട് നമുക്കൊരു സാറ്റിസ്ഫാക്ഷൻ തോന്നും. 2 മണിക്കൂർ 40 മിനിറ്റുള്ള പടമാണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അതിലൊരു ലാസ്റ്റ് 20 മിനിറ്റ് വരെ നമ്മൾ വെയിറ്റ് ചെയ്യണം എന്തെങ്കിലും ഒരു നല്ല സാധനം, നല്ല മേക്കിംഗ് നമ്മുടെ മുന്നിലേക്ക് എത്താനായിട്ട്. വൈശാഖ് അത്രയും സമയം കിടന്നങ്ങ് പണിയെടുക്കാൻ നോക്കുന്നുണ്ട്, പക്ഷേ സ്ക്രിപ്റ്റ് ഈ സാധനമല്ലേ ഇരിക്കുന്നേ. ഇടയ്ക്കിടയ്ക്ക് ഒരു ഫൈറ്റ് വരും, അപ്പോൾ കൊള്ളാം. പൃഥ്വിരാജിൻ്റെ ലുക്ക് കൊള്ളാം. സ്ക്രിപ്റ്റിലൊന്നും തന്നെ അവിടെ കാണാനില്ല. എല്ലാ പടത്തിലും കണ്ട ക്ലീഷേ പരിപാടി, ഒരു റിവെഞ്ച് സ്മഗ്ലിംഗ് പരിപാടിയാണ് സാധനം. ഈ റിവെഞ്ച് സ്മഗ്ലിംഗ് പരിപാടി എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മൾ ഓൾറെഡി ഈ സാധനം നമ്മൾ കണ്ട സാധനം അല്ലാണ്ട് കാണാത്ത ഒരു ഐറ്റം ഇതിനകത്തില്ല. പുതിയതായിട്ട് ഒന്നുമില്ല. ഈ കഫേ പോസ്കോ എന്നൊക്കെ പറഞ്ഞിട്ട് കഫേ പോസോ എന്താണ് എൻ്റെ പേര് പറഞ്ഞു. അപ്പോൾ ആ സാധനം അങ്ങനെ ഒരു വേർഡ് ഇൻട്രൊഡ്യൂസ് ചെയ്തു എന്നുള്ളതല്ലാണ്ട് അതിനപ്പുറത്തേക്ക് വേറെ ഒന്നും ഇതിനകത്ത് വരുന്നില്ല. അതിൽ തന്നെ അതിൻ്റെ ഡീറ്റെയിലിങ്ങിലേക്ക് പോവുകയോ അത് കാരണം മറ്റേതും മറിച്ചതോ ഒന്നുമില്ല. എന്തൊക്കെയോ സംഭവങ്ങൾ. പിന്നെ അഹമ്മദ് അലിയുടെ കൊച്ചുമോൻ എന്ന് പറഞ്ഞ് ഇമ്പോസിഷൻ പോലെ വരുന്നവരും പോകുന്നവരൊക്കെ പറയും. നമുക്കറിയാമല്ലോ ലാലേട്ടൻ്റെ കഥാപാത്രം, അഹമ്മദ് അലിയുടെ കഥാപാത്രം ലാസ്റ്റ് പുള്ളിനെ കാണിക്കും. ശരി, പുള്ളി ലാസ്റ്റ് വരും, ഓക്കെ. ഇതിന് ഇമ്പോസിഷൻ പോലെ വരുന്നവരും പോകുന്നവരൊക്കെ ഇതിനകത്തൊരു ഒരു അങ്കിളുണ്ട്. പുള്ളിയാണ് പൃഥ്വിരാജിൻ്റെ ഗോഡ് ഫാദർ. പുള്ളിയൊക്കെ വന്നിട്ട് മറ്റേ രായ്ക്ക് രാമായണം പറയും, അഹമ്മദ് അലിയുടെ കൊച്ചുമോൻ. വരുന്നവരും പോകുന്നവർ അഹമ്മദ് അലിയുടെ കൊച്ചുമോൻ ഇതിങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കുക. എനിവേ നിങ്ങൾ ഈ പടം തിയേറ്ററിൽ പോയി ഇപ്പം ഞാൻ ഈ പറഞ്ഞതൊക്കെ ഞാൻ പറഞ്ഞല്ലോ, കാരണം നമ്മൾ നല്ല പ്രതീക്ഷ ഉണ്ടായിരുന്ന ഒരു സിനിമയാണ്. പിന്നെ ചമൻ ചാക്കോയുടെ എഡിറ്റിങ്, ഞാൻ ഒരു കാര്യം ഞാൻ പറയാം. ഈ പടത്തിൽ ഒരു ഇൻ്റർവെൽ ആകുമ്പോഴത്തേക്ക് ഒരു പൃഥ്വിരാജിൻ്റെ കഥാപാത്രം ഒരു സ്മഗ്ലറായി കഴിയുമ്പോഴത്തേക്കും കോട്ടും സ്യൂട്ടൊക്കെ ഇട്ടിട്ടുള്ള ഒരു മോണ്ടാജ് പോലെ ഒരു സംഭവം കാണിക്കും. കുറച്ച് സീൻസ് ഇങ്ങനെ കാണിക്കും. അപ്പോൾ അതിൽ ഒരു നീല കോട്ടിട്ടൊരു സീനുണ്ട്. സെക്കൻഡ് ഹാഫിൽ വീണ്ടും ഈ സെയിം കാണിക്കുമ്പോൾ ആ സെയിം ഷോട്ട് തന്നെ ചമൻ വീണ്ടും എടുത്ത് വെച്ചിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു ഇനി ഷോട്ട് തികയാത്തത് കൊണ്ട് മിച്ച ഈ ഷോട്ടൊക്കെ ഉള്ളതുകൊണ്ടൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് തട്ടിക്കൂട്ടി അങ്ങ് വെച്ചേക്കാന്നുള്ള രീതിയിൽ വെച്ച പോലെയാണ് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തത്. എന്തോ പിന്നെ പൃഥ്വിരാജിൻ്റെ വൈഫായിട്ട് ചെയ്ത കഥാപാത്രം ഒരു കാര്യമില്ല. വെറുതെ ഒരു കഥാപാത്രം ഒരു നായികയായിട്ട് വേണം. പൃഥ്വിരാജ് ഇടയ്ക്ക് കെട്ടിപ്പിടിച്ചിട്ട് കുറച്ച് എൻ്റെ തീരുമാനം ഇങ്ങനെ പറയും. അങ്ങനെ എന്തെങ്കിലും ഡയലോഗ് പറയാനായിട്ട് മാത്രം ഒരു പാർട്ട് സീക്വൻസും ഉണ്ട്, ഒരു സോങ് സീക്വൻസും ഉണ്ട് പുള്ളിക്കാരത്തേക്ക്. അല്ലാണ്ട് വേറെ സംഭവങ്ങളൊന്നുമില്ല. ഇനി പൃഥ്വിരാജിൻ്റെ ഒരു മകൻ കഥാപാത്രത്തിൻ്റെ ഇമോഷൻ സീനൊക്കെ അവർ വർക്ക് ചെയ്യാനൊക്കെ നോക്കിയിട്ടുണ്ട്, വർക്കായിട്ടേ ഇല്ല. മെയിൻ പ്രോബ്ലം ഈ പടത്തിൻ്റെ മെയിൻ ഇഷ്യൂ ആയിട്ട് ഞാൻ കണ്ടത് ഇമോഷണലി ഈ കഥാപാത്രങ്ങളുമായിട്ട് പൃഥ്വിരാജ് എന്തുകൊണ്ട് സ്മഗ്ലറായി എന്നുള്ള സാധനം കാണിക്കുന്ന സാധനം ഉൾപ്പെടെ നമുക്ക് ഒരു കണക്ഷനും വരുന്നില്ല. നമുക്ക് ഇമോഷണലി ഈ കഥാപാത്രങ്ങളുമായിട്ട് കണക്ഷൻ വന്നില്ല എന്നുണ്ടെങ്കിൽ അവർ ആ സ്ക്രീനിൽ കിടന്ന് എന്ത് ചക്രശ്വാസം വലിച്ച് പ്രപഞ്ചം കാണിച്ചെന്ന് പറഞ്ഞാലും നമ്മളായിട്ട് നമുക്ക് വർക്കാവില്ല ആ സാധനം. അതാണ് ഈ പടത്തിൻ്റെ മെയിൻ ഡ്രോബാക്ക് ആയിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത്.
പിന്നെ മേക്കിംഗ് കൊണ്ട് വൈശാഖ് മാക്സിമം പിടിച്ചെടുക്കാൻ വേണ്ടിയിട്ട് നോക്കിയിട്ടുണ്ട്. അതിനകത്ത് എന്തൊക്കെയോ വർക്കായിട്ടുണ്ട്. നമ്മൾ തിയേറ്ററിൽ ഇപ്പോൾ ഇരുന്ന് കൊടുത്തു കഴിഞ്ഞാൽ പടം തീരുന്നവരെ നമുക്ക് മുഷിപ്പിളില്ലാണ്ട് കണ്ടിരിക്കാം. എനിക്കൊരു വൺ ടൈം വാച്ചബിൾ, അതായത് നിങ്ങൾ ഈ പടം കണ്ടേ പറ്റുള്ളൂ അല്ലെങ്കിൽ ഈ പടം മസ്റ്റ് വാച്ചാണ് എന്നൊന്നും ഞാൻ പറയൂല. കുഴപ്പമില്ല, അങ്ങനെ കണ്ടിരിക്കാം. അല്ല അതിൻ്റെ അപ്പുറത്തേക്ക് ആദ്യ പകുതിയൊക്കെ എനിക്ക് ഒട്ടും, അതായത് ഒരു 1-2 ഫൈറ്റ് സീക്വൻസ്, പൃഥ്വിരാജിൻ്റെ ഇൻട്രോയിലുള്ള ഫൈറ്റ് സീക്വൻസ് ഉണ്ട്, ഇൻ്റർവെൽ പോർഷനിൽ ഒരു മഴയത്ത് കിടത്തുള്ള ഫൈറ്റ് സീക്വൻസ് ഉണ്ട്, അതൊക്കെ നല്ല ഗ്രാൻഡ് സാധനമാണ്. അതല്ലാണ്ട് എല്ലാ സാധനങ്ങളും ഇങ്ങനെ നോർമലി വന്നു പോവുക. പിന്നെ പുള്ളി ഒരു ബോക്സർ ആയതുകൊണ്ട് തന്നെ ഹാൻഡ് ഫൈറ്റ് സീക്വൻസ് ആണ് കൂടുതലായിട്ടുള്ളത്. അതൊരു നൈസാണ് കേട്ടോ, അത് കൊള്ളാം. പൃഥ്വിരാജ് ഗംഭീരമായിട്ട് ഫിസിക്കൊക്കെ പക്കയാണ് പുള്ളിയുടെ ഈ പടത്തിൽ. പക്ഷേ അത് നമ്മൾ ഉദ്ദേശിച്ച ഇമ്പാക്റ്റിലേക്ക് ഈ സാധനം വന്നിട്ടില്ല. കാരണം പടത്തിലുള്ള നമ്മുടെ പ്രതീക്ഷ അത്രമാത്രം ഹൈ ആയിരുന്നു. അതുകൊണ്ടായിരിക്കാം എനിക്ക് അത്രയും ഒരു സാധനം വരാതെ പോയത്. എനിവേ, ഒരു ടെംപ്ലേറ്റ് സ്റ്റോറിയെ മേക്കിംഗ് കൊണ്ട് വൈശാഖിന് പൊക്കാൻ പറ്റുന്ന രീതിയിൽ മാക്സിമം പൊക്കിയിട്ടുണ്ട്. സ്ക്രിപ്റ്റ് പക്ഷേ ഈ പടത്തിന് അത്ര ബെറ്റർ ആയിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. ഈ ഓണത്തിന് നിങ്ങൾക്ക് ഫാമിലി ആയിട്ടൊക്കെ പോയിരുന്ന് കാണാൻ സാധിക്കുന്ന, വേണമെങ്കിൽ കാണാൻ പറ്റുന്ന ഒരു പടം എന്നതിനപ്പുറത്തേക്ക് എനിക്ക് വലിയ ഒരു ഇമ്പാക്റ്റ് തോന്നിയ ഒരു സിനിമയല്ല ഖലീഫ. നിങ്ങളുടെ അഭിപ്രായം നിങ്ങൾക്ക് പറയാം.